അമരക്കാരൻ ജബീർ അണിയം അങ്ങനെ അവരങ്ങനെ കടന്നു വരുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് നാട്ടുകൊമ്പൻ അങ്ങനെ കടന്നു വരുന്നത്. അപ്പോ രണ്ടാമത്തെ സെക്കൻഡ് മത്സരത്തിന് വേണ്ടിയിട്ട് പടക്കൊമ്പനും കടവനാടനും തമ്മിലുള്ള ഒരു മത്സരമാണ്. കാരണം ഇപ്പോ ഈ BBRCയുടെ രണ്ടാം സ്ഥാനക്കാരനും സെമിയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സുവർണ അവസരം കൂടി സമ്മാനിക്കുകയാണ് ഈ മത്സരം. അങ്ങനെ മനോഹരമായി പടക്കൊമ്പനും കടവനാടനും തമ്മിലുള്ള ആ മത്സരം അങ്ങനെ കടന്നു പോകുമ്പോൾ അതിന്റെ ഫലപ്രഖ്യാപനം നമ്മുടെ ജഡ്ജ്മെന്റ് ഇവിടെയുണ്ട്. ജഡ്ജസ് ആയിട്ട് റാഫി, അതുപോലെ തന്നെ മുനൈസ്, അബ്ദുൽ ഖാദർ മാഷൊക്കെ ഇവിടെ ജഡ്ജിംഗ് പാനലിലുണ്ട്. ഇത്തവണത്തെ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? മത്സരം ഈ ഒരു ബംഗങ്ങളൊക്കെ ഈ ടീമൊക്കെ ഒരുപാട് ദിവസത്തെ കഠിനാധ്വാനവും പ്രയത്നവും ഒക്കെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ 3 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ഹീറ്റ്സിൽ ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും അങ്ങനെ പ്രതീക്ഷ 3 ടീമുകൾ വെച്ച് മത്സരിക്കുന്നുണ്ട്. ആ 3 ടീമിലെ മത്സരങ്ങളിൽ നിന്നും ഫസ്റ്റും സെക്കൻഡും സെമി ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. അപ്പോ ഈ പടക്കൊമ്പന്റെയും അതുപോലെ തന്നെ കടവനാടന്റെയും മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം വള്ളം നിന്നുണ്ട്. അപ്പൊ അവരതൊന്ന് നല്ല കൊച്ചു അല്ലെ 18 വയസ്സായ കുട്ടികൾ വരെ ഈ മത്സരം അതുപോലെ തന്നെ വള്ളത്തിലെ തുഴച്ചിൽക്കാരും തമ്മിൽ ഈ വെള്ളവുമായി അല്ലെ മോനെ ആ കൊച്ചൊക്കെ അങ്ങനെ തുഴഞ്ഞ് അല്ലെ ചെറിയ പിള്ളേരാണെങ്കിലും നമ്മുടെ ആ പടക്കൊമ്പൻ തുറങ്ങിന്റെ അവര് പോരും. അവരുടെ നമ്മുടെ ഫയർഫോഴ്സ് അങ്ങനെയുള്ള സ്ഥലമാണ്, പേടിക്കാനില്ല. അപ്പൊ ഫയർ റെസ്ക്യൂ നമ്മുടെ സുനിൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഫയർ റെസ്ക്യൂ ഒക്കെ ഇപ്പോ എന്തോ വരുന്നു. അതാണ് ഫയർ റെസ്ക്യൂ. അവരൊക്കെ എല്ലാ വള്ളങ്ങളും നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി ഉണ്ട്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും നമ്മളൊന്ന് ചുറ്റും കണ്ണോടിക്കുക. നിങ്ങളുടെ 3 വശത്തും ഫയർ റെസ്ക്യൂ ഉണ്ട്. പ്രവാസിന്റെ വിയോഗത്തിന് ശേഷം എല്ലാ വള്ളംകളികളും ഇവർ സ്പോൺസർഷിപ്പ് തരുന്നുണ്ട്. കൂടാതെ നാട്ടിലെ വള്ളംകളികൾക്കൊക്കെ തന്നെ കൈയഴിച്ച് സഹായം നൽകുന്ന ഈ 3 സഹോദരങ്ങൾ അവരുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രഡ്ജിങ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവരെ ഒരു ജോലി ഏറ്റെടുത്താൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ അവരെ നിർവഹിക്കും. കാരണം നമുക്കറിയാം കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ഭദ്രമായി
പ്രകടമാകുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും ഒരുമയും സഹവർത്തിത്വവും കൊണ്ട് തന്നെയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ബിയ്യംകായൽ ജലോത്സവം നടക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ BBRCയുടെ അംഗങ്ങളുണ്ട്, ഇതിന്റെ നമ്മളുടെ അഡ്മിൻ പാനലുണ്ട്, ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. രാജാക്കന്മാരെ പോലെ ഇങ്ങനെ പാഞ്ഞെടുക്കുമ്പോൾ 18 പേര് കുത്തി എറിഞ്ഞ് അവരിങ്ങനെ കല്ലായം കുത്തിയൊക്കെ എറിഞ്ഞ് അങ്ങനെ കാണിയും വഹിക്കുന്ന പടക്കൊമ്പൻ TVC പുറങ്ങിന്റെ പടക്കൊമ്പൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ നാട്ടുകൊമ്പനാണ്. നാട്ടുകൂട്ടം മാരാമുറ്റത്തിന്റെ നാട്ടുകൊമ്പൻ 2022 നിരണിഞ്ഞ ആ നാട്ടുകൊമ്പൻ 2025 ബിയ്യംകായലിലെ 3ാം സ്ഥാനക്കാരാണ്. 2020 കഴിഞ്ഞ ആഴ്ച അവരുടെ 3ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ ഈ ആഴ്ചയാണ് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവരെനിക്ക് ഏകദേശം പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെയും 3ാമത്തെയും ട്രാക്കിലൂടെ കടന്നു വരുന്ന നാട്ടുകൊമ്പനും കടവനാടനും ഒരല്പം മുന്നിലാണ്. എങ്കിലും പടക്കൊമ്പൻ അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കാതെ രണ്ട് കൊമ്പന്മാരും ഒരു നാടിന്റെ പൊന്നോമന പുത്രനും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരം അങ്ങനെ കാഴ്ചവെക്കുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ആ നാട്ടുകൊമ്പൻ നാട്ടുകൂട്ടം മാരാമുറ്റത്തിന്റെ ആ നാട്ടുകൊമ്പൻ അങ്ങനെ ആ കൗരവ പാണ്ഡവ യുദ്ധം പോലെ അങ്ങനെ അവരങ്ങനെ കുതിച്ച് പറന്ന് ചാടി അങ്ങനെ കടന്നു വരുമ്പോൾ അങ്ങനെ മഞ്ഞ ജേഴ്സിയൊക്കെ അണിഞ്ഞ് പങ്കായങ്ങളൊക്കെ വീശി എറിഞ്ഞ് അമരക്കാരനെ കുത്തി എറിഞ്ഞ് പിക്കിക്കൊടുത്തുകൊണ്ട് അവരങ്ങനെ കടന്നു വരുമ്പോൾ ആ നടുവിലെ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന നാട്ടുകൊമ്പൻ ഒരല്പം മുന്നിലാണ്. ഇപ്പോൾ മത്സരം നടക്കുന്നത് പടക്കൊമ്പനും കടവനാടനും തമ്മിലാണ്. അവരങ്ങനെ മത്സരിച്ചു വരുമ്പോൾ ഈ മത്സരത്തിൽ എന്റെ പടക്കൊമ്പ കടവനാട നാട്ടുകൊമ്പനോട് മത്സരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒരല്പം മുന്നിലൂടെ അങ്ങനെ കട്ടായം വലിച്ച് അങ്ങനെ കടന്നു വരുമ്പോൾ ആ രണ്ട് വള്ളങ്ങൾ തമ്മിൽ
അങ്ങനെ ട്രാക്കൊക്കെ അങ്ങനെ വീശി കലാരം കുത്തി പിടിച്ചൊക്കെ അങ്ങനെ അമരക്കാരൻ നമ്മുടെ അമരക്കാരൻ ജബീർ അണിയം അങ്ങനെ അവരങ്ങനെ കടന്നു വരുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോ ഈ MNF ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമുക്ക് മേജർ വിഭാഗത്തില് 1ാം സമ്മാനം കപ്പടിക്കുന്നവർക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രോഫി റണ്ണേഴ്സ് അപ്പിനുള്ള തേറയിൽ സുകുമാരൻ അദ്ദേഹത്തിന്റെ വള്ളംകളിക്ക് റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള സെക്കൻഡ് ട്രോഫി സമ്മാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ് നമ്മളുടെ ഒരുപാട് സമ്മാനങ്ങൾ നൽകാനായിട്ട് നമുക്ക് വേണ്ടി ക്യാഷ് പ്രൈസും ട്രോഫിയും ഖത്തറിലും ബഹറിലും ഒക്കെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള അവരുടെ ചുണക്കരുത്തും അവർക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മൈനർ വിഭാഗത്തിലെ 1ാമത്തെ ട്രോഫി നൽകിയിരിക്കുന്നത് ലേക്ക് വ്യൂ സ്ക്വയർ അവരുടെ റിസോർട്ടാണ്. നമ്മളുടെ ഈ പൊന്നാനിയിലെ ഈ BM കായലിന്റെ ടൂറിസവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ കുറഞ്ഞ നിരക്കിൽ ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും ഇതാണോ തോന്നുന്നു 3ാമത്തെ. വരാൻ പറ്റുന്ന ചാൻസ് ആവുകയാണ്. കാണുന്ന
തെക്ക് ഭാഗം